അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. അത് നേരത്തെ പറഞ്ഞതിനേക്കാൾ വളരെ വേഗത്തിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ കമ്മീഷനിങ് 10-15 വർഷം മുമ്പോട്ടാക്കിയിരിക്കുകയാണ് അല്ലേ? അതാണ് എക്സ്പെക്റ്റഡ് അതിന്റെ ടൈം. കേരളത്തിൽ അതിൻ്റെ ഒരു 100-1 യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ഇല്ല, മാനുഫാക്ചറിങ് ബേസേ ഇല്ല. അപ്പോൾ ഇത് അയൽ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകയൊക്കെ നോക്കിയിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ടിന് എതിരായിട്ട് ഒരുപാട് ലോബീസ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിപ്പം നമുക്ക് പ്രത്യേകിച്ച് മറച്ചു വെക്കേണ്ട കാര്യമില്ല. കൊച്ചി പോർട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഇതിനെതിരായിട്ട് 2014 മോദി സർക്കാരാണ്. ഇപ്പം എനിക്ക് മോദി സർക്കാരിൻ്റെ അടുത്ത് വലിയൊരു മമതയുടെ പ്രശ്നത്തിൽ നിന്നല്ല പറയുന്നത്. അവർ വളരെ പ്രൊഫഷണലാണ്. ഇന്ത്യക്ക് ഇതുപോലൊരു പോർട്ട് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയുകൊണ്ട് അദ്ദേഹം അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് തോന്നി. ഒന്ന് അവർ പറഞ്ഞ മാൻ പവർ വളരെ മോശമാണ്. സെക്കൻഡ് പറഞ്ഞത് കേരളത്തിൽ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ 24/7 ആജീവനാന്തം പ്രശ്നമാണ്. നമ്മൾ ഈ മാധ്യമങ്ങൾ വഴി ഈ പബ്ലിക്കിനെ ചായക്കടയിൽ ചായ അടിക്കുന്നവനെക്കെറ്റി ഇതൊന്നും അറിയിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ അവർക്കൊക്കെ ഒരു നല്ല ശതമാനം സമൂഹത്തിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. CMനെ ബ്രീഫ് ചെയ്യാനായിട്ട് കഴിവുള്ള നമ്മുടെ ബ്യൂറോക്രസി ഉണ്ടല്ലോ ഇവിടെ, അവരത് തീർച്ചയായിട്ടും പറഞ്ഞു കാണും. അപ്പം CM എന്താണ് ചെയ്യേണ്ടത്? മാധ്യമങ്ങളെ വിളിച്ചിട്ട് അവരുമായിട്ട് ഒരു ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തി, പത്രസമ്മേളനമല്ല, ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തി, ഇതൊക്കെയാണ് കാര്യം, നിങ്ങളിത് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളത് ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുമല്ലോ. ഇത് നമ്മുടെ കേരളത്തിൻ്റെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച്. ഇത് വിഴിഞ്ഞം പോലൊരു പദ്ധതി പൊളിച്ചെടുക്കാനായിട്ട് കാലാകാലങ്ങളായിട്ട് 45-ൽ തുടങ്ങിയ പദ്ധതിയാണ് വിഴിഞ്ഞം. നമസ്കാരം, ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരം മാത്രമല്ല, കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ചില സുപ്രധാന വിഷയങ്ങളുണ്ട്. പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങളത് അവതരിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യാന്തര തലത്തിൽ തന്നെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്താകും അതിൻ്റെ ഫലപ്രാപ്തി എന്നതാണ്. നമുക്ക് ആ വിഷയത്തിൽ എതിരഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. രാഷ്ട്രീയപരമായ ചില തർക്കങ്ങളുണ്ട്. ചില പിന്തുണയ്ക്കാൻ നമ്മുടെ പുതിയ UDF സർക്കാരടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. എങ്കിലും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ജനത്തിനും പ്രേക്ഷകർക്കുമൊക്കെ അറിയേണ്ടത് ഈ ഒരു വിഴിഞ്ഞം ഇൻ്റർനാഷണൽ തുറമുഖം, ഈ തുറമുഖം വന്നു കഴിയുമ്പോൾ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന് മാത്രമാണോ, അതോ കേരളത്തിന് മാത്രമാണോ, അതോ ദക്ഷിണേന്ത്യക്ക് മൊത്തത്തിൽ അതൊരു ഗുണകരമായൊരു മാറ്റമായി മാറുമോ എന്നാണ് അറിയേണ്ടത്. ഈ വിഷയം ഇപ്പം നമ്മോടൊപ്പം ചർച്ച ചെയ്യാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു ആദ്യകാല IT വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. പിന്നീട് അദ്ദേഹം ഒരു അർബൻ ടൗൺ പ്ലാനിംഗ്, നഗര ആസൂത്രണ വിദഗ്ധനായി മാറി തൻ്റെ കഴിവ് തെളിയിച്ചു. നമസ്കാരം ശ്രീ അനിൽകുമാർ പണ്ടാര. താങ്കളുമായി സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് താങ്കൾ തിരുവനന്തപുരം നഗരത്തെ ഒരു പച്ച പരവതാനി വിരിച്ച് അല്ലെങ്കിൽ ഒരു സുരക്ഷിത നഗരമാക്കിയൊക്കെ മാറ്റി. പക്ഷേ അന്ന് താങ്കളുടെ പേരൊക്കെ എല്ലാവരും എല്ലാ ദിവസവും ഒരുവിടമായിരുന്നു, പത്രങ്ങളിലൊക്കെ വാർത്ത വരുമായിരുന്നു. പിന്നീട് നഗരം വികസിക്കുന്നതോടൊപ്പം അതിൻ്റെ ശില്പികളും പിന്നാമ്പുറത്തേക്കുമായും അല്ലേ? അതെ അതെ അതെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ അങ്ങ് വികസിപ്പിച്ചെടുത്ത, അങ്ങയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത തിരുവനന്തപുരം നഗരം, ഈ നഗരത്തിൻ്റെ ഒരറ്റം നഗരസഭയുടെ ഒരു വാർഡ്, ആ വാർഡ് ചെന്ന് നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. തുറമുഖ പ്രദേശമാണ്. അവിടെ ചെറിയ ചെറിയ കപ്പലുകൾ മാത്രമേ വന്നിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത് അദാനി ഗ്രൂപ്പുമായി ചേർന്ന് അദാനി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ പുതിയ നാമധേയം. കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അദാനി ഗ്രൂപ്പിനുമൊക്കെ വ്യക്തമായ ഷെയറുള്ള ഒരു സ്ഥാപനം. ഈ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്.
ഏതാണ്ട് 20 നോട്ടിക്കൽ മൈൽ അകലെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പൽ ചാലിൽ നിന്നും. അതുപോലെ തന്നെ 18 മീറ്ററോളം സ്വാഭാവികമായ ആഴമുണ്ട്. നമുക്കറിയാം ആൻഡമാനിലെ ഇപ്പോൾ ഒരു നിർദ്ദിഷ്ട തുറമുഖം വരുന്നതിന് അവിടുത്തെ ഇതുപോലും 20 മീറ്ററാണ് ആഴം. ഈ വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ ഏതാണ്ട് ഒരു 15 ലക്ഷം TEU അല്ലെ ഒരു മാസം ഇപ്പോൾ അവർ അതിൻ്റെ കപ്പാസിറ്റി. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു വലിയൊരു കപ്പലിൽ നിന്നും ഒരുപാട് കണ്ടെയ്നേഴ്സ് വരുന്നു, അതിനെ ചൈനീസ് ക്രെയിനുകൾ ഇവിടെ ഇറക്കി വയ്ക്കുന്നു, മറ്റു വാഹനങ്ങൾ വന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും റോഡ് മാർഗം, റെയിൽ മാർഗം ഒക്കെ കൊണ്ടുപോകുന്നു. ഇതല്ലേ ആ തുറമുഖം വിഭാവനം ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ടാം ഘട്ട തുറമുഖം അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. അത് നേരത്തെ പറഞ്ഞതിനേക്കാൾ വളരെ വേഗത്തിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്മീഷനിങ് 10-15 വർഷം മുമ്പോട്ടാക്കിയിരിക്കുകയാണ് അല്ലേ? അതാണ് എക്സ്പെക്റ്റഡ് അതിൻ്റെ ടൈം. അങ്ങൊരു നഗര ആസൂത്രണ വിദഗ്ധൻ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ കാര്യങ്ങൾ പഠിക്കുകയും അവലോകനം ചെയ്യുകയും അത് അറിയാത്തവർക്ക്, സംശയമുള്ളവർക്ക് മുന്നിൽ ഇതൊക്കെ അങ്ങ് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഴിഞ്ഞം തുറമുഖം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് മാത്രമാണോ നേട്ടമുണ്ടാകുക? അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ തുറമുഖം ഇപ്പം 1.5 വർഷം പിന്നിട്ടിരിക്കുകയാണ് കമ്മീഷൻ ചെയ്തിട്ട്. ഈ 1.5 വർഷത്തിൽ ഇത് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് മാത്രമാണ് നിന്നിരിക്കുന്നത്. അതായത് മദർ ഷിപ്സിൽ കണ്ടെയ്നേഴ്സ് വരുന്നു. അത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്സ് ഇവിടെ ബർത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ത്യയിൽ ബർത്ത് ചെയ്ത ആകെ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ആ ഷിപ്പിൽ നിന്ന് കണ്ടെയ്നേഴ്സ് അൺലോഡ് ചെയ്ത് ചെറിയ ഷിപ്പിലേക്ക് കയറ്റി ഇന്ത്യയുടെ തന്നെ മറ്റുള്ള പോർട്ടുകളിലേക്ക് പോകുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർട്ടിൽ ഈ മദർ ഷിപ്സ് ഒന്നും അടുക്കില്ല. അതുകൊണ്ടാണ് ഇത് ഈ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന് ഈ പോർട്ട് കൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല. കുറച്ച് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് താമസ സൗകര്യം, അവരുടെ ഭക്ഷണ ചെലവുകൾ ഒക്കെ ഇവിടെ മീറ്റ് ചെയ്യാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം തിരുവനന്തപുരത്തിന് വരില്ല. കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും, അതൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പോർട്ടിൽ നിന്ന് കണ്ടെയ്നേഴ്സ് റോഡ് മാർഗം വെളിയിൽ പോയി തുടങ്ങണം. അതെ, റോഡല്ലെങ്കിൽ ട്രെയിൻ മാർഗം പോയി തുടങ്ങണം. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കും എന്നാണ് അത് നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേഷൻസ് എല്ലാം. ഞാൻ അതിലേക്ക് വരാം. ഇതിനെല്ലാം ഉപരി ഒരു സെക്കൻഡ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ തീർത്തും ഈ തിരുവനന്തപുരത്തും കേരളത്തിനും ഒക്കെ ഈ ഒരു വിഴിഞ്ഞം പോർട്ട് കൊണ്ടൊരു നല്ലൊരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ ഇത് ഗേറ്റ് വേ പോർട്ടായി മാറണം. ഗേറ്റ് വേ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ആകുമ്പോഴത്തേക്ക് അതിന് രണ്ട് ലെവൽസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള വ്യവസായങ്ങൾ, ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അതുവഴി കയറ്റുമതി ചെയ്യുകയും അവർക്ക് വേണ്ട സാധനങ്ങൾ അതുവഴി പിന്നെ ഇറക്കുമതി ചെയ്യുമ്പോഴും അത് പോർട്ടിന് ഒരു ലെവൽ വരെ എത്തിക്കും. അതിനെല്ലാം ഉപരി ഇന്ത്യയിൽ എല്ലായിടത്തും മാനുഫാക്ചർ ചെയ്യുന്ന വലിയ വലിയ മാനുഫാക്ചറിങ് കൺസേൺസ് ഉണ്ട്. അവരെല്ലാം ഈ പോർട്ട് കേന്ദ്രീകരിച്ച്, ഇപ്പോൾ ബോംബെ പോർട്ടാണെങ്കിൽ ബോംബെ, ഇപ്പോൾ ഹൈദരാബാദിലായിരിക്കും ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഉദാഹരണത്തിന് BEML ബാംഗ്ലൂരുണ്ട്. ബാംഗ്ലൂരിൽ അവരുടെ ബോഗീസ് ഉണ്ടാക്കിയിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കട്ടെ, അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? ചെന്നൈയിലോ വരും. വിഴിഞ്ഞം പോർട്ടിൽ അതിലും വലിയ കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ. അങ്ങനെ വരുമ്പം അവരുടെ ബോഗീസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇന്ത്യയിൽ പലയിടത്തുമുള്ള മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളെല്ലാം അവരെല്ലാം ഇതിനെ ഒരു പോർട്ട് ഓഫ് എക്സ്പോർട്ട് ആക്കി മാറ്റും. പോർട്ട് ഓഫ് എൻട്രി, പോർട്ട് ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാക്കി മാറ്റും. അപ്പോൾ അവരുടെ എല്ലാം താവളങ്ങൾ ഇവിടെ കാണും. അപ്പോഴിവിടെ പല രീതിയിലും പെട്ടെന്ന് ഒരു എന്താ പറയേണ്ടത്, ഒരു ജോമെട്രിക്കൽ പ്രൊപ്പോർഷൻസിൽ ഈ നഗരം അങ്ങ് വികസിക്കും. നഗരത്തിന് ഡയറക്റ്റ് ഇമ്പാക്റ്റാണ്. അപ്പം ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഫെസിലിറ്റി ഉള്ള ഗേറ്റ് വേ പോർട്ടായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്താൽ മാത്രമേ തിരുവനന്തപുരത്തിനും സ്റ്റേറ്റിനും ഗുണമുള്ളൂ. ലോക്കൽ മാനുഫാക്ചറിങ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ലോക്കലായിട്ടൊന്നും എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഭാരതത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഗുണകരമാവും. അപ്പോൾ അങ്ങനെ വരുമ്പം അവർ വന്നാലും ശരി, ലോക്കൽ എക്കോണമിക്ക് അതൊരു നല്ല കോൺട്രിബ്യൂഷനാവും. അവർ
വിമാനത്തിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ഇറങ്ങും, ട്രെയിനിൽ വരും, അവരുടെ ആൾക്കാർ ഇവിടെ താമസിക്കേണ്ടതായിട്ട് വരും, അവരുടെയൊക്കെ പിന്നെ താവളങ്ങളിൽ വരും. ഇപ്പോൾ കൊച്ചി പോർട്ട് എന്തുകൊണ്ടാണ് പോർട്ട് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റാണ് കൊച്ചിയിൽ വന്നിരുന്നത്. ഇപ്പോൾ റിഫൈനറീസ് കൊച്ചിയിൽ വരാൻ കാര്യം എന്താണ്? കൊച്ചിൻ റിഫൈനറീസ് അൺഫോർച്ചുനേറ്റ്ലി ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൊച്ചിൻ റിഫൈനറീസ് കഴിഞ്ഞ് കൊച്ചിയിൽ വലുതായിട്ടൊന്നും വന്നിട്ടില്ല. ആ കൊച്ചിൻ റിഫൈനറീസ് വരാൻ കാര്യം എന്താണ്? പോർട്ട് അവിടെ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരാം. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ച് നിന്ന് മുമ്പോട്ട് പോയാൽ പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഈ തിരുവനന്തപുരം ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ചുറ്റുപാട് ഒരു 50-60 കിലോമീറ്റർ റേഡിയസിൽ നല്ല ഡെവലപ്മെൻറ്റ് വരാം. പക്ഷേ അതെല്ലാം മാനുഫാക്ചറിങ് ആയിരിക്കണം. മാനുഫാക്ചറിങ് ഇല്ലെങ്കിൽ ട്രേഡിങ്, നമ്മൾ മലയാളികൾ പൊതുവേ സാധനം ഇവിടെ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ അറിയാവൂ. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ 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 ഉയരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ലോക്കൽ എക്കോണമിക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫേസിൽ തന്നെ വരും. അതായത് ഇത് ഗേറ്റ് വേ പോർട്ടായി മാറിയാൽ ഉടനെ വരും. പിന്നെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുടെ ഇവിടുത്തെ ഇൻവോൾവ്മെൻറ്റും അവരിവിടെ നങ്കൂരം ഇടുന്ന കാരണം ഉള്ള ഡെവലപ്മെൻറ്റ് അത് ഭയങ്കര ജോമെട്രിക്കൽ പ്രൊപ്പോർഷൻസിലായിരിക്കും പോകുന്നത്. പക്ഷേ അത് ഗേറ്റ് വേ പോർട്ടായി വരണം. ഗേറ്റ് വേ പോർട്ടായി ഫുൾ പൊട്ടൻഷ്യലിലെത്തുമ്പം അതിഗംഭീര ഡെവലപ്മെൻറ്റ് തന്നെ വരും, തിരുവനന്തപുരം നഗരത്തിന് പ്രത്യേകിച്ച്. തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലൊരു ഇതേ മാതൃകയിലൊരു തുറമുഖം അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അതൊരു കപ്പൽ നിർമ്മാണശാലയാക്കി മാറ്റാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു റൂമേഴ്സ് ഉണ്ട് അവിടെയും ഒരു പോർട്ട് വരുന്നു എന്ന്. അത് അഥവാ വന്നില്ലെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട്. IT എടുത്താലും ഓട്ടോമൊബൈൽ ആയാലും അല്ലെങ്കിൽ തന്നെ മറ്റ് പ്രൊഡക്ഷൻ വിങ് ആയാലും ആ ഉൽപ്പന്നങ്ങൾ, ആ പ്രൊഡക്ട്സ് ഒക്കെ കേരളത്തിലെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വഴി മൂവ് ചെയ്താൽ തന്നെ ആ ഒരു സ്റ്റേറ്റിനും അല്ലെങ്കിൽ കർണാടക അടക്കമുള്ള ഈ 2 സ്റ്റേറ്റുകൾക്കൊക്കെ ഗുണകരമായി മാറില്ലേ? ഇത് പിന്നെ വിഴിഞ്ഞം പോർട്ടിന് എതിരായിട്ട് ഒരുപാട് ലോബീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പം നമുക്ക് പ്രത്യേകിച്ച് പിന്നെ മറച്ചു വെക്കേണ്ട കാര്യമില്ല. കൊച്ചി പോർട്ട് തന്നെയാണ് അതിൻ്റെ ഇതിനെതിരായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം അവർ വല്ലാർപാടം ടെർമിനൽ ഡെവലപ്പ് ചെയ്തൊരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു ഭാവി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഇത് കഴിയുന്നതും വരുന്നതും നമുക്ക് എന്തെങ്കിലും പല പിന്നെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചതിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇത് നടക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ തൂത്തുക്കുടി, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നതുകൊണ്ടാണ്, തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ഇത് വരുമോ എന്നുള്ള സംശയമാണ്. നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്നേ ആക്ടിവിറ്റി തുടങ്ങിയതാണ്. എന്ന് മാത്രമല്ല ഇതിനകത്ത് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചലിൽ ആകാം. കാരണം അവിടെ ഇത്രയും ഡെപ്ത് ഇല്ല, ഡ്രാഫ്റ്റ് ഇല്ല. ഇവിടെ അന്ന് നേരത്തെ പറഞ്ഞ് 18 24 മീറ്റർ ഉണ്ട്. 24 മീറ്റർ ഉണ്ട്. അത് 20-ക്കും 24-നും ഇടയ്ക്കായിട്ട് അത് പിന്നെ ടൈഡിൻ്റെ ഇതനുസരിച്ചിട്ട് മാറും. അപ്പോൾ ചെറിയൊരു ഡ്രഡ്ജിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയും ഡെപ്ത് അവിടെ ഇല്ല. ഇത്രയും ഡെപ്ത് നേരത്തെ പറഞ്ഞ പോലെ ആൻഡമാൻസിലും ഇല്ല. വാധ്വാനിൽ ഏതാണ്ട് ഈ ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഡെപ്ത് കൂടിയ ഒരു കണ്ടെയ്നർ പോർട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഇതാണത് ശരിക്കും. അപ്പം ഇത് ഡിലേ വന്നപ്പോഴത്തേക്ക് പലരും ഇതിൻ്റെ തടസ്സങ്ങൾ മുതലെടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരുന്നു. ഭാഗ്യത്തിൽ ഇത് ഞാൻ വേറൊരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഇത് വന്നത് ആർക്കെങ്കിലും നമ്മൾ താങ്ക്സ് പറയണമെങ്കിൽ അത് M.V. രാഘവൻ സാറിനാണ്. M.V. രാഘവൻ സാറ് 95 തൊട്ട് ഇതിൻ്റെ പുറകിന് നിന്ന് കരുണാകരൻ സർക്കാരിൻ്റെ കാലത്തും അത് കഴിഞ്ഞ് A.K. ആൻ്റണി സർക്കാരിൻ്റെ കാലത്തും പുറകിന് നിന്ന് ഇത് പിന്നെ നടത്തിയെടുത്തത് കൊണ്ടാണ് ഇത് വന്നത്. അതുകൊണ്ട് വേറെ ആരെയും താങ്ക്സ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത് വന്നത് എനിക്ക് ശരിക്കറിയാം. പ്രത്യക്ഷമായിട്ട് ഇതിനെ വലിയ സപ്പോർട്ട് ചെയ്തൊക്കെ ആൾക്കാർ വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കിയെങ്കിലും പരോക്ഷമായിട്ട് ഇത് വരാതിരിക്കാനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ നല്ല പിള്ളയാകുകയും ചെയ്യാം, എന്നാൽ കാര്യം നടത്തിയെടുക്കുകയും ചെയ്യാം എന്നുള്ളൊരു പോളിസിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. അത് പൊളിഞ്ഞു പോകാൻ കാര്യം 2014 മോദി സർക്കാരാണ്. ഇപ്പം എനിക്ക് മോദി സർക്കാരിൻ്റെ അടുത്ത് വലിയൊരു മമതയുടെ പ്രശ്നത്തിലൊന്നല്ല പറയുന്നത്. അവർ വളരെ പ്രൊഫഷണലാണ്. ഇന്ത്യക്ക് ഇതുപോലൊരു പോർട്ട് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയുകൊണ്ട് അദ്ദേഹം അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് തോന്നി. അത് രാഷ്ട്രീയം എന്തായാലും അദ്ദേഹം അങ്ങനെ നോക്കില്ല. ഇന്ത്യക്ക് ഇത് ആവശ്യമാണ്. സ്ട്രാറ്റജിക് ആയിട്ട് എക്കണോമിക്
ഡെവലപ്മെൻറ്റിന് ഇതാവശ്യമാണെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഇത് വന്നത്. ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിന് ടീമിനെടുത്ത് പറഞ്ഞു, നിങ്ങളതെല്ലാം അതിനുള്ള ബാക്കിയുള്ള ഗ്രൗണ്ട് വർക്കൊക്കെ റെഡിയാക്കി എടുത്ത് ദിസ് ഹാസ് ടു കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ആൾക്കാർ ഒരുപാട് വന്നിട്ടുണ്ട് ക്രെഡിറ്റ് എടുക്കാൻ. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കൂട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ 2 പേരുണ്ടെങ്കിൽ ഇത് ഒന്ന് എം വി രാഘവൻ സാറ്, ഒന്ന് മോദി. പിന്നെ ഇത് വന്നു കഴിഞ്ഞ് തടസ്സപ്പെടുത്താൻ നോക്കിയത്, ഇത് വന്നു കഴിഞ്ഞ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഏതാണ്ട് കുറേ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പിന്നെ കടലോരത്തുള്ളവരുടെ പിന്നെ സമരം വരികയും വളരെ അഗ്രസീവായിട്ട് അദാനിയെ കൊണ്ടത് ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരെ എത്തിച്ചിട്ടും അത് വളരെ തന്മയപൂർവ്വം അത് കൈകാര്യം ചെയ്ത് അത് ഡിഫ്യൂസ് ചെയ്ത് മാറ്റിയതിൽ LDF സർക്കാരിൻ്റെ പിണറായി വിജയനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇല്ലെങ്കിൽ അവിടെ വെച്ചത് പൊളിഞ്ഞു പോയത്. ഇത് വേറൊരു ഘട്ടമാണ്. കാരണം ഏത് ഇൻവെസ്റ്റർ ആയാലും ആ ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ നിന്നുള്ള വരുമാനം നോക്കും. ആ വരുമാനം ഇൻവെസ്റ്റ്മെൻറ്റിനും അതിന് ചെലവഴിക്കുന്ന സമയത്തിനും പിന്നെ അനുസൃതമാണോ എന്ന് നോക്കും. ആണെങ്കിൽ തന്നെ ഒരു 15 വർഷം 20 വർഷം കൊണ്ട് മാർക്കറ്റിൽ വരാവുന്ന മാർക്കറ്റ് ഡയനാമിക്സ് നോക്കിയിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ആക്ടിവിറ്റി പൊസിഷനിങ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പൊസിഷൻ ചെയ്യണം, ആ പൊസിഷനിങ് നമുക്ക് സഹായിക്കാനായിട്ട് വേറൊരു എൻറ്റിറ്റിയുമായിട്ട് കൈകോർക്കണമെങ്കിൽ ചെയ്തേ പറ്റൂ. ആ തീരുമാനങ്ങളൊക്കെ നമ്മൾ അദാനിക്ക് വിടുക. അതാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു തുറമുഖം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 1ാം ഘട്ടം പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോഴാണ് മറ്റൊരു വിവാദം, അതൊരു വിവാദമാണെന്ന് ഇപ്പോൾ പറയേണ്ടി വരും, ഒരു പൊളിറ്റിക്കൽ വിവാദമാണ്. 49% ഷെയർ MSC എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ അദാനി പോർട്സ് തീരുമാനിക്കുന്നു എന്ന് ആണ് വാർത്ത. തീരുമാനിക്കുകയാണോ അതോ അവർ ആലോചിക്കുകയാണോ എന്നുള്ളത് 2ാം ഘട്ടം. പക്ഷേ അതിനെ ചൊല്ലി താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ LDF സർക്കാരിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അടക്കം ശബ്ദമുയർത്തുന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ആ കരാറിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിലും അദാനി അത് പറഞ്ഞിരുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ അധികാരമേറ്റ VD സതീശൻ തുറമുഖത്തിന് വേണ്ടി പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഏറെ ശബ്ദമുയർത്തിയ ഒരു വിഭാഗമാണ്. അദ്ദേഹം പറയുന്നു സർക്കാരുമായി ആലോചിച്ചിട്ടില്ല, സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഈ ഷെയർ കൈമാറ്റം നടക്കില്ല. മറ്റൊരു വശത്ത് കേന്ദ്ര സർക്കാരിൻ്റെ, ഇതൊരു സ്വിറ്റ്സർലൻഡിലെ കമ്പനിയാണെന്ന് പറയുന്നു, അത് ഇറ്റാലിയൻ കമ്പനിയാണെന്ന് മറ്റൊരു സംസാരവുമുണ്ട്. MSC എന്ന കമ്പനി ഒരു ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനി ആയതുകൊണ്ട് നമ്മൾ ഓരോ ഘട്ടത്തിലും തുടക്കം മുതലേ അതിൻ്റെ സെക്യൂരിറ്റി കൺസേൺ അടക്കം ക്ലിയറൻസ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകണം, അല്ലേ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊരു പ്രീമച്യൂർ ആയിട്ടുള്ളൊരു അലിഗേഷനായി വന്നിരിക്കുകയല്ലേ, ഒരു പൊളിറ്റിക്കൽ അലിഗേഷനായി മാത്രം. ശരിക്കും ആ പ്രോസസ്സ് എങ്ങനെയാണ്? ഇതിൽ പിന്നെ ഇന്നത്തെ ഈ കോൺട്രവേഴ്സി, ഈ വിവാദം വഴിയാണല്ലോ നമ്മൾ അറിയുന്നത്. ഈ മാധ്യമങ്ങൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള അസസ്മെൻറ്റ് ഇതേ പിന്നെ ഇൻട്രസ്റ്റോട് കൂടി ജനങ്ങളിൽ എത്തിക്കുമെങ്കിൽ നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട കാര്യമില്ല. അതെ, കാരണം ഇത് പിന്നെ ഞാൻ 2008 ഇൻഡസ്ട്രി ബോംബെയിലുള്ള വ്യവസായ പ്രമുഖന്മാരുമായിട്ടുള്ള കേരള ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്ത ഒരു ഇൻഡസ്ട്രി മീറ്റിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എൻ്റെ കമ്പനി എന്നെ വിട്ടതാണ്, ILFS പറയുന്ന കമ്പനി വിട്ടതാണ്, പോകാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇനി കേരളത്തിൽ പ്രോജക്റ്റ് ഒന്നും എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ MDക്ക് പോകാനൊന്നും താല്പര്യം, എൻ്റെ അടുത്ത് പറഞ്ഞു യു ഗോ. ഞാൻ പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹെറാർക്കിയിൽ ഞാൻ വലിയ ആളൊന്നുമല്ല, പക്ഷേ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയപ്പോൾ ഈ ഇൻഡസ്ട്രി ലീഡേഴ്സാണ് അതിനകത്തുള്ള ആ ഇൻവെസ്റ്റർ മീറ്റിൽ വിളിച്ചിരുന്നത്. അപ്പോൾ അതിൽ 3-4 വളരെ വളരെ പ്രമുഖരായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ട് ഞാൻ ലഞ്ച് കഴിക്കുമ്പോൾ അവരുടെ ടേബിളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ കേരള. ഇൻഫാക്ട് അങ്ങനെയല്ല പറഞ്ഞത്, നോബഡി വർത്ത് ദെയർ സോൾട്ട് വിൽ ഇൻവെസ്റ്റ് ഇൻ കേരള. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കുറേ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റ്സിലാണെങ്കിൽ
ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കണം. അതിന് വി ഹാവ് അവർ ഓൺ മെത്തേഡ്സ് ഓഫ് ഡൂയിങ് ഇറ്റ്. അത് കഴിഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷെ കേരളത്തിൽ ഒന്ന് അവർ പറഞ്ഞ മാൻ പവർ വളരെ മോശമാണ്. സെക്കൻഡ് പറഞ്ഞത്, കേരളത്തിൽ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ 24/7 ആജീവനാന്തം പ്രശ്നമാണെന്ന്. അതുകൊണ്ടാണ് വരാത്തത്. ഇത് വിഴിഞ്ഞപ്പോൾ അതാണ് ഇഷ്യൂ. വിഴിഞ്ഞം തുടങ്ങിക്കഴിഞ്ഞു, അവരെ മാക്സിമം ഹരാസ് ചെയ്യുക എല്ലാം കഴിഞ്ഞ് അവർ തുടങ്ങി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെന്തോന്നാ ചെയ്യുന്നത് നോയിക്കൊണ്ടിരിക്കേണ്ട കാര്യം. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്, സർക്കാരിൽ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഈ മാധ്യമങ്ങൾ വഴി ഈ പബ്ലിക്കിനെ ചായക്കടയിൽ ചായ അടിക്കുന്നവനെക്കെറ്റി ഇതൊന്നും അറിയിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ അവർക്കൊക്കെ ഒരു നല്ല ശതമാനം സമൂഹത്തിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ ബുദ്ധിയില്ലായ്മയല്ല, അവരുടെ ജോലി അതല്ല. ഈ അർഹിക്കാത്തവരൊന്നും, അഥവാ നമ്മളൊരു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അവർക്ക് ഹീ ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ഹിസ് ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് ആൻഡ് റൈസിങ് ഹിസ് ഫാമിലി. വൈ ഷുഡ് ഹി ലുക്ക് അറ്റ് വിഴിഞ്ഞം പോർട്ട്? ഇങ്ങനെയുള്ളവരെ മുഴുവൻ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഇതിനെപ്പറ്റി ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ബിൽഡപ്പ് ചെയ്ത് ഒരു ഫ്രൻസി ക്രിയേറ്റ് ചെയ്ത് ഫ്രൻസി ഉണ്ടാക്കി ഇത് മുഴുവൻ പ്രശ്നമാണെന്ന് വരുത്തി തീർത്ത് ഇവിടെ ഒരു വലിയൊരു മാസമായി മാറാം. ഇതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യണം. മാത്രമല്ല, മാധ്യമങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സർക്കാരും വേണം. ഇപ്പം മാധ്യമങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം മാധ്യമങ്ങളെ എൻ്റെ റോഡ് പ്രോജക്റ്റിൻ്റെ കേസിൽ എനിക്കറിയാം ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തത്, എൻ്റെ റോഡ് പ്രോജക്റ്റിൻ്റെ സക്സസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും വലിയ ഒരു ശക്തി മാധ്യമ ശക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ എൻ്റെ ടൈമും എൻ്റെ എനർജിയും എല്ലാം മാക്സിമം ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് എങ്ങനെയാണെന്നുള്ളത്, അതിലെന്താണ് ലാഭം, എന്താണ് നഷ്ടം, എന്താണ് അഴിമതി, എന്താണ് അഴിമതി ഇല്ലായ്മ, എന്താണ്, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വളരെ ട്രാൻസ്പെറൻ്റായിട്ട് മുമ്പോട്ട് പോയതുകൊണ്ട് എന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു അവർ, മാധ്യമങ്ങൾ. അതിന് ഞാൻ ഇന്നും വളരെ കൃതാർത്ഥനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് സർക്കാരിൻ്റെ ജോലിയാണ്. ഇവിടെ CM എന്ന് പറയരുത് ഇത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ശരിയായില്ല എന്നല്ലേ പറയുള്ളൂ. തീർച്ചയായും. കൺസെഷൻ എഗ്രിമെൻറ്റ്, ഇത് കോൺട്രാക്ടറല്ല. അതിപ്പം ഒരുവിധം ജനങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ കൺസെഷൻ എഗ്രിമെൻ്റാണ്. ആ കൺസെഷനിൽ ഒരുപാട് എൻറ്റിറ്റീസ് അതിനകത്ത് ഇൻവോൾവ് ആണ്. ആ എല്ലാ എൻറ്റിറ്റീസിൻ്റെയും അറിവോടുകൂടി മാത്രമേ അദാനിക്ക് വേറൊരു ഇതുപോലൊരു 49% ഓഹരി വിൽക്കാൻ പറ്റൂ. ഈ വിൽക്കാനുള്ള പ്രൊവിഷൻ അതിനകത്തുണ്ട്. സാധാരണ ഫിഡിക്കിൻ്റെ ഫോർമാറ്റിലാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇങ്ങനെയുള്ള കൺസെഷൻ എഗ്രിമെൻറ്റ് ഭാരതത്തിൽ അപ്രൂവ് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്. അങ്ങനെ ആ ഒരു എഗ്രിമെൻറ്റിൽ ഞാൻ കണ്ടെടുത്തോളം, ഞാൻ കണ്ട എഗ്രിമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ അതിൽ അധികാരമുണ്ട്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ അതിനുണ്ട് പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ഞാനൊരു കമ്പനി, ഞാനിപ്പോൾ വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഒരു ദിവസം എനിക്ക് തോന്നി, ഇപ്പോൾ ഞങ്ങളുടെ പാർട്ട്ണറായിരുന്നു, ഞങ്ങളുടെ അതിന് ഇൻവെസ്റ്റർ പാർട്ട്ണറായിരുന്നു പുഞ്ച്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള പ്രോസസ്സൊക്കെ ഞങ്ങൾ റെഡിയാക്കി. പക്ഷേ പിന്നെ അവർ മാറിയില്ല, അവരോടൊന്ന് കൺസ്ട്രക്ഷൻ ഏരിയയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിൽ അവരുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള പ്രോസസ്സ് കൺസെഷൻ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രോസസ്സ് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. ആ പ്രോസസ്സ് ഞാൻ ഫോളോ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന കൺസോർഷ്യം ഓഫ് ബാങ്ക്സ്, ആ ബാങ്ക്സിന് ഒബ്ജക്റ്റ് ചെയ്യാം. കാരണം PPP പ്രോജക്റ്റിന് കൺസെഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് തരാനായിട്ട് റിസർവ് ബാങ്കിൻ്റെ അപ്രൂവലുണ്ട്. അപ്പോൾ അവിടെ ഫൈനൽ ഇൻവോൾവ്മെൻറ്റ് ആരാണ് വരുന്നത്? റിസർവ് ബാങ്കാണ്. അപ്പം ഇതെല്ലാം സർക്കാരിന് അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. അതെ.
CM-നെ ബ്രീഫ് ചെയ്യാനായിട്ട് കഴിവുള്ള നമ്മുടെ പിന്നെ ബ്യൂറോക്രസി ഉണ്ടല്ലോ ഇവിടെ, അവരത് തീർച്ചയായിട്ടും പറഞ്ഞു കാണും. അപ്പം CM എന്താണ് ചെയ്യേണ്ടത്? മാധ്യമങ്ങളെ വിളിച്ചിട്ട് അവരുമായിട്ട് ഒരു ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തി, പത്രസമ്മേളനമല്ല, ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തി, ഇതൊക്കെയാണ് കാര്യം, നിങ്ങളിത് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളത് ഉത്തരവാദിത്തത്തോട് കൈകാര്യം ചെയ്യുമല്ലോ. അപ്പോൾ ഇത് മാധ്യമങ്ങൾ ഇത്രയും ഇത് എക്സ്പോസ് ചെയ്ത കാരണം ഇതിൻ്റെ സത്യാവസ്ഥയും ഇതുപോലെ എക്സ്പോസ് ചെയ്യണം. തീർച്ചയായിട്ടും. ഇത് കേരളത്തിലേക്ക് എന്ത് വന്നാലും ഒരു കൊച്ചു സംസ്ഥാനമാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്രൊഡക്ട്സ് ഇല്ല, മറ്റ് നമുക്ക് ഏണിംഗ് ആയിട്ടുള്ള ഒരു റിസോഴ്സസും ഇവിടെ ഉണ്ടാകുന്നില്ല. ശരിക്കും ഈ ഷിപ്പ് ചെയ്യാൻ പോലും എക്സ്പോർട്ട് ചെയ്യാൻ പോലുമുള്ള വിഴിഞ്ഞത്ത് കൊണ്ടുപോയി എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു നമ്മുടെ വെജിറ്റബിൾസ് പോലും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്ത് വന്നാലും ദാ വിറ്റ് തുലയ്ക്കുന്നു, സർക്കാർ വിറ്റ് തുലയ്ക്കുന്നു. ഈ ഗവൺമെൻറ്റിൽ ഇരിക്കുന്നവർ ഓപ്പോസിഷനിലേക്ക് പോകുമ്പോൾ അവരും പറയും ഇതാ വിറ്റ് തുലയ്ക്കുന്നു, അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് മാറാതെ എന്തെങ്കിലും ഈ നമ്മുടെ കേരളം രക്ഷപ്പെടും. തീർച്ചയായിട്ടും. ഇപ്പം ഇതാണ് അതിൻ്റെ കാതൽ. ഇപ്പം പിണറായി വിജയൻ സർക്കാർ ഈ അദാനി ഗ്രൂപ്പിൻ്റെ വിഴിഞ്ഞം ഇൻവോൾവ്മെൻറ്റും എയർപോർട്ടിലെ ഇൻവോൾവ്മെൻറ്റും പൂർണ്ണമായിട്ട് പിന്നെ സഹകരിച്ച കൂട്ടത്തിലാണ്. അല്ല എന്ന് പൊതുജനത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഡിഷ് ഔട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ എന്നാണ്. ഇപ്പോഴ് ഈ പറഞ്ഞ പോലെ അദ്ദേഹം വെളിയിറങ്ങി ഇത് മുഴുവൻ അഴിമതിയാണെന്ന് പറഞ്ഞ് വരുത്താനായിട്ടുള്ളൊരു പുറപ്പാടാണ്. അത് സൂക്ഷിക്കണം. കാരണം CPM-ൻ്റെ അണികൾ പെട്ടെന്ന് പിന്നെ എക്സൈറ്റഡ് ആകും. അതെ, അതിന് വേറെ റീസൺസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ സംസാരിക്കണ്ടേ ഇപ്പം. പക്ഷേ എക്സൈറ്റഡ് ആകും, അവരെ പിന്നെ തിരിച്ച് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു സംസാരം ശരിയായില്ല. അദ്ദേഹം പറയണം അത് സൂക്ഷിച്ച് ചെയ്യണം, ഉത്തരവാദിത്തം പറയുകയാണെങ്കിൽ സൂക്ഷിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഈ ഒരു പോസ്റ്ററിങ്, ഞാനിതിനെ ഒരു പോസ്റ്ററിങ് ആയിട്ടേ കാണുന്നുള്ളൂ. അദ്ദേഹം അത് ഞാനിതിന് എഗൻസ്റ്റ് ആണെന്നൊരു പോസ്റ്ററിങ് ചെയ്തു അവിടെ വെച്ച് നിർത്തിയേക്കുക, ഇനി കൂടുതൽ പോവാതിരിക്കുക. ഇത് നമ്മുടെ കേരളത്തിൻ്റെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച്. ഇത് വിഴിഞ്ഞം പോലൊരു പദ്ധതി പൊളിച്ചെടുക്കാനായിട്ട് കാലാകാലങ്ങളായിട്ട് 45-ൽ തുടങ്ങിയ പദ്ധതിയാണ് വിഴിഞ്ഞം പോർട്ട്. അന്ന് CP രാമസ്വാമി അയ്യരാണ് വിഴിഞ്ഞം പോർട്ടിന് മുമ്പോട്ട് നീക്കിയത്. ഗോവിന്ദമേനോൻ സാറായിരുന്നു അതിൻ്റെ ആദ്യത്തെ എഞ്ചിനീയർ, PWD-യിലെ എക്സിക്യൂട്ടീവ് ജനറൽ റിട്ടയർ ചെയ്തതാണ്. നമുക്ക് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അത് അന്ന് തുടങ്ങിയതാണ് വിഴിഞ്ഞം പോർട്ടിൻ്റേത്. അതിന് മുമ്പേ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ 1920 കാലഘട്ടത്തിൽ റീജൻ മഹാറാണി ചാർജ് എടുത്തപ്പോൾ മദ്രാസ് റെസിഡൻസി പറഞ്ഞതനുസരിച്ച് കൊച്ചിയിൽ ഒരു പോർട്ട് നിർമ്മിക്കാനായിട്ട് തിരുവിതാംകൂർ രാജകുടുംബം 10 ലക്ഷം രൂപ കൊടുത്തു. അതിൻ്റെ അന്നത്തെ കൺസ്ട്രക്ഷൻ ചിലവ് അതായിരുന്നു, 10 ലക്ഷം രൂപയായിരുന്നു. ആ 10 ലക്ഷം രൂപ റെസിഡൻസി പറഞ്ഞു കൊച്ചിക്ക് അത് സ്പെൻഡ് ചെയ്യാനുള്ളതില്ല, നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വെല്ലിംഗ്ടൺ സാഹിബിൻ്റെ, അങ്ങനെയാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് വന്നത്, പോർട്ട് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാരണമാണ് ഈ വിഴിഞ്ഞം പോർട്ട് ചെയ്യാത്തത്. കാരണം അവിടെ ഒരു പോർട്ട് ഉണ്ടായി, ഇനി നമുക്ക് 2 പോർട്ടിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ കുറച്ചപ്പുറത്ത് കൊടുങ്ങല്ലൂരുണ്ട്, അതും പിന്നെ പതുക്കെ ഈ കൊച്ചി കാരണം അതും ബേപ്പൂരുണ്ട്, കൊല്ലം തങ്കശ്ശേരി പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു, കുറേ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ബാക്കിയെല്ലാം ചവിട്ടി പിടിച്ച ഈ കൊച്ചിക്ക് വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഡിമാൻഡ് അങ്ങനെയല്ല. ഇന്ത്യ എക്കണോമിക്കലായി ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള വിഴിഞ്ഞം പോലുള്ള ഒരു 10 പോർട്ട് ഇന്ത്യയിൽ ആവശ്യമാണ്. നമുക്കിന്ന് 4 എയർപോർട്ടുണ്ട്. അതെ. അപ്പം അതുപോലുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം തെറ്റിദ്ധരിപ്പിച്ചാൽ അതിന് ഉള്ള പിന്നെ നമ്മൾ ഒരു പണി അവർ തരും, പബ്ലിക് നമുക്ക് പണി തരും. നമുക്ക് അതിന് വി ഹാവ് ടു സീ ഹൗ വി മീറ്റ്. ഈ സബ്ജക്റ്റ് 2 ദിവസം മുമ്പ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തിരിച്ചു പറഞ്ഞത്, അന്ന് കൊച്ചി എയർപോർട്ടിൽ സിയാൽ മോഡലിൽ പ്രൊജക്റ്റ് വന്നപ്പോൾ നിങ്ങൾ എതിർത്തതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു എയർപോർട്ടാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഷെയറിങ്ങിൽ അവരുടെ ഷെയർസ് കളക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ബജറ്റ് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ
ഈ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ അവർ പറയുന്നത് കേരളത്തിൽ വികസനമില്ല, വികസനത്തിനപ്പുറം നിക്ഷേപമില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, അത് വരണം, അത് വന്നാലേ കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഓപ്പണായിട്ട് പറഞ്ഞ് ബജറ്റും അതിനോടൊപ്പം അതിൻ്റെ പാത്തിലേക്ക് ആണ് ഒരു ബജറ്റ് ഇങ്ങനെ ചെറുതായിട്ട് വളച്ചു നിർത്തിയിരിക്കുന്നത്. അതേ CM പറയുന്നു ഈ MSC എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ കേരളത്തിലേക്ക് വരുന്നത് സംശയകരമാണെന്ന്. ഇതെങ്ങനെ നമുക്ക് ശരിക്കും ഒരേ റൂട്ടിൽ കൊണ്ടുപോകാൻ പറ്റും? കാരണം അവരും സംശയത്തോടെ നോക്കുന്നു. എൻ്റെ ചോദ്യം ഞാൻ അവസാനിപ്പിക്കാം. MSC പോലുള്ളൊരു MNC കമ്പനി, MSC പോലുള്ളൊരു മൾട്ടിനാഷണൽ കമ്പനി കേരളത്തിൽ വന്ന് ഇവിടുത്തെ വിഴിഞ്ഞം തുറമുഖത്തിൽ അവർ ഷെയർ മുടക്കുകയാണെങ്കിൽ കേരളത്തിന് നഷ്ടമാണോ ലാഭമാണോ? ലാഭമേ ഉള്ളൂ. കാരണം ഇതിലിപ്പോൾ എന്താണ്, നമ്മളിതിൻ്റെ കൂലങ്കഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിലെന്താ പ്രശ്നം വരാൻ പോകുന്നത്? ഈ വിഴിഞ്ഞം പോർട്ട് ടേക്ക് ഓവർ ചെയ്യോ, MSC ടേക്ക് ഓവർ ചെയ്യോ, അല്ലെങ്കിൽ അതുവഴി പിന്നെ രാസായുധങ്ങൾ കടത്തുമോ, അല്ലെങ്കിൽ അതുവഴി ന്യൂക്ലിയർ മിസൈൽസ് കടത്തുമോ? എന്താ പ്രശ്നം ഇതിനെല്ലാം കൺട്രോൾസ് ഉണ്ട്. അതെ, സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ് സർക്കാർ പിന്നെ ഇങ്ങനെ അനധികൃതമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ. കാരണം ഇതൊക്കെ പബ്ലിക് വ്യൂവിൻ്റെ അകത്താണല്ലോ വരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പബ്ലിക് അറിയുമല്ലോ. തീർച്ചയായിട്ടും അറിയും. രാജ്യത്തെ രഹസ്യങ്ങൾ തന്നെ ചോരുന്നുണ്ട്, പിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇത് വേഴ്സ്റ്റ് കേസ് എന്താണ്? ഇവർ കൈയടക്കി പിന്നെ വേലി കെട്ടി ഇത് പിന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ വകയാണെന്നോ അല്ലെങ്കിൽ ഡെൻമാർക്കിൻ്റെ വകയാണെന്നോ പറയുമോ? അതാണോ ഉദ്ദേശം? ഇതിലെന്താ കുഴപ്പമുള്ളത്? പിന്നെന്താണ്, ഇവിടുത്തെ പണം സമ്പത്ത് മുഴുവൻ കൊണ്ടുപോകുമെന്നാണോ? അതിനും കൺസെഷൻ അഗ്രിമെന്റിൽ ക്ലിയർ ആയിട്ട് ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ഫയൽ ചെയ്യണം, എല്ലാം ഉണ്ടല്ലോ അതിനകത്ത്. ഇവിടെ എന്താ ഇരിക്കുന്നത്? അങ്ങന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താ ഉള്ളത്? ലോട്ടറിയും മദ്യവിൽപ്പനയും അല്ല, എന്താ നമ്മുടെ റവന്യൂ? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. കഴിഞ്ഞ 10 വർഷം ഭരിച്ച LDF, അവർ കുറ്റം പറയുന്നതല്ല, പൊളിറ്റിക്കലി പറയുന്നതല്ല, 10 വർഷം ഭരിച്ചതാണ് അവര്. എന്തുണ്ടാക്കി? ഒന്നുമില്ല. കുറെ സംരംഭങ്ങൾ എന്ന് പറയുന്നു, കുറെ IT എന്ന് പറയുന്നു. ഈ IT-യുടെ പണം മൊത്തം എവിടെയൊക്കെയാണ് പോകുന്നത്? കുറെ പേർക്ക് അങ്ങ് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് കിട്ടുന്നു, കുറച്ച് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, കുറെ യൂത്തിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ബിയോണ്ട് ദാറ്റ് എന്തുണ്ട്? ഒന്നുമില്ല. ഇൻഫാക്ട് ഇത് ഞാൻ വേറൊരു സംഭാഷണത്തിൽ ചർച്ചയിൽ പറയുകയുണ്ടായി. അതായത് പണ്ട് 70കളിൽ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്നും പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. നല്ലൊരു പ്രസ്ഥാനമായിരുന്നു. ഞാൻ ഇൻഫാക്ട് ഈ ബ്യൂറോക്രസിയിൽ കുറച്ച് ഒരു മിഡിൽ ലെവൽ IAS ഓഫീസേഴ്സ്, ഇപ്പം മിഡിൽ ലെവലിൽ നിൽക്കുന്ന IAS ഓഫീസറിനെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ പലപ്പോഴും അവരെൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, എന്താണ് ഒപ്പീനിയൻസ് ഒക്കെ ചോദിക്കുമായിരുന്നു. ആ ഒപ്പീനിയൻസ് ഒക്കെ നടപ്പാക്കാൻ വേണ്ടി എന്നല്ല, എൻ്റെ ഒരു മനസ്സിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ഞാൻ ഈ പറഞ്ഞ 70കളിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് അതൊരു നല്ല തുടക്കമായിരുന്നു ഈ കേരളത്തിനെ ഒരു ഇൻഡസ്ട്രിയൽ സംസ്ഥാനമാക്കി മാറ്റാനായിട്ടുള്ള. കാരണം ചെറിയ ഇൻഡസ്ട്രീസാണ് പലതും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എസ്റ്റേറ്റ്സ് ആണ്. അവരെ ഗവൺമെൻറ് എൻകറേജ് ചെയ്ത് അതിനെ ചെറുതിനെ വലുതാക്കി ഒരു 10 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങുകയാണ്. ഒരാൾ ലേത്തായിരിക്കും, ഒരാൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, കാർപ്പൻട്രി ആയിരിക്കും. ഈ 10 എണ്ണത്തിൽ ഒരു 3 എണ്ണത്തിനെ ഒരു ലെവലിൽ പൊക്കിക്കൊണ്ടുവന്ന് ആ 3 എണ്ണത്തിൽ ഒരെണ്ണത്തിനെ പൊക്കിയെടുത്താൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒരു മിനിമം ഒരു 100-150 എണ്ണം കണ്ടേനെ. അങ്ങനെ കേരളത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഈ കേരളത്തിന് ആരംഭശൂല ഖലു കേരളീയ എന്നുള്ള ആ പ്രിൻസിപ്പിളാണ് തുടങ്ങി വെക്കും. ടെക്നോ പാർക്ക് കണ്ടില്ലേ? ഗംഭീര പരിപാടിയാണ് തുടങ്ങി പിന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. മാത്രമല്ല അത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ്. അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വിജയരാഘവൻ കഴിവുള്ള വ്യക്തിയാണ്. വിജയരാഘവന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അവസാനം ഡയറക്ഷൻ പോയി എന്ന് തോന്നുന്നു. കാരണം അത്ര രാഷ്ട്രീയ അതിപ്രസരമാണ് അതിനകത്ത് വന്നത്. 2000 ആണ്ടിൽ ടെക്നോ പാർക്ക് അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അന്ന് 2 Mbps അണ്ടർസീ ലൈൻ, ഇൻ്റർനെറ്റിൻ്റെ ലൈൻ കൊണ്ട് ടെർമിനേറ്റ് ചെയ്ത കൊച്ചിയിലാണ്. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, എന്തിനാണ് കൊച്ചി, തിരുവനന്തപുരമല്ലേ ടെക്നോ പാർക്ക് ഉണ്ട്, എന്തിനാണ് കൊച്ചിയിൽ കൊണ്ട്? മറുപടി ഇല്ല. അപ്പം അങ്ങനെയുള്ള രാഷ്ട്രീയ ഒരു പ്രഷറിന് പിന്നെ ആയിട്ടാണ് അവിടെ കൊച്ചിയിൽ കൊണ്ട് ടെർമിനേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഈ ഡയറക്ഷൻ ഇല്ലായ്മ നമ്മുടെ ഇവിടെ ഒരു പ്രശ്നമാണ്. അത് തന്നെയാണ് ഇന്നിപ്പം ഈ വിഴിഞ്ഞം പോർട്ടിലും കാണുന്നത്. ഇതൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ കളഞ്ഞു വിളിച്ചാൽ അത് പിന്നെ ഇതിന് നമ്മുടെ യുവജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് എന്തെങ്കിലും ബോധം വരുമ്പോൾ
ഇന്നത്തെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനെ ഒരിക്കലും അവരുടെ അടുത്ത് ക്ഷമിക്കില്ല, യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഈ വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഇന്ന് കേരളത്തിൽ അതിൻ്റെ ഒരു 100-1 യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ഇല്ല, മാനുഫാക്ചറിങ് ബേസേ ഇല്ല. അപ്പോൾ ഇത് അയൽ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകയൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് ഏതാണ്ട് സാക്ഷാത്കരിക്കും എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കിട്ടുന്നവരത്തൊക്കെ ഞാനിത് പറയുന്നുണ്ട്. സൗത്ത് പെനിൻസുല, അതായത് തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇത് ഇത്രയും ഒരു എക്കണോമിക് സോണാക്കി ഡിക്ലെയർ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഉടനെ ഒബ്ജക്ഷൻസ് ആണല്ലോ വരുന്നത്. നമ്മുടെ മലയാളികളുടെ വെച്ചാൽ അത് നടക്കില്ല, ഇല്ലെങ്കിൽ ഒരു ഒബ്ജക്ഷൻ പറയും, തമിഴ്നാടും കേരളവും ഒരിക്കലും യോജിക്കില്ല. ആര് പറഞ്ഞു യോജിക്കില്ല എന്ന്? സാമ്പത്തികമായിട്ട് പുരോഗമിക്കുമ്പോൾ ആരാ യോജിക്കാത്തത്? അപ്പം അത് ഞാനൊരു 10-12 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാൻ ഈ പ്രമുഖരായിട്ടുള്ള ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, അവരുമായിട്ട് വളരെ അടുപ്പത്തിലുണ്ടെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട്. അവർ ഡയറക്റ്റ് ഇമെയിലൊക്കെ തന്നിട്ട് ഇമെയിൽ ചെയ്തിട്ടുണ്ട്, പ്രപ്പോസൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം തിരുനെൽവേലിയിൽ ഞാൻ അന്ന് പറഞ്ഞ പ്രപ്പോസൽസ് തന്നെ ഇപ്പം ഇവിടെ പലർക്കും അറിയാം. ഞാനത് കൊണ്ട് വാചകടിക്കുകയല്ല, ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുടെ പേരെടുത്ത് പറയാവുന്നേ ഉള്ളൂ, അവർക്കൊക്കെ അറിയാതെ ഞാനിങ്ങനെ സബ്മിറ്റ് ചെയ്തിരുന്നതാണെന്ന്. തിരുനെൽവേലിയിൽ ഞാൻ ഈ പറഞ്ഞ 1000-കണക്കിന് ഏക്കേഴ്സ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സോൺസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സൗത്ത് പെനിൻസുല എന്നുള്ളത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റും ഒന്നിച്ച് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും ഈ സൗത്ത് പെനിൻസുലയിൽ എന്തെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് കൊണ്ടുവരാമെങ്കിൽ അതിന് സ്റ്റേറ്റ് സഹകരിക്കണം. അതെ, ഇത് വിഴിഞ്ഞം പോർട്ടിൽ MSC വരുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ അഴിമതിയാണ്, മറ്റതാണ്, ഇവിടെ ഈ രാജ്യത്തിന് അടിയറവ് വെച്ചു, നമ്മൾ അവർക്ക് സ്ലേവ് ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല. അപ്പോൾ ഇത് 2 ഒരു സോണാക്കി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സോണിൽ ഇൻസെൻറ്റീവ്സ് കിട്ടും. ആ ഇൻസെൻറ്റീവ്സ് വരുമ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യാം. രണ്ടാമത് ഇപ്പം തിരുനെൽവേലി വരും. തിരുനെൽവേലി തീർച്ചയായിട്ടും ഈ വിഴിഞ്ഞത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള അവിടെ ഡെവലപ്മെൻറ്റ് വരും. എനിക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം ഞാനിതൊരു വളരെ ഈ ലോകത്തെ ലീഡിങ് ഡിസ്പ്ലേ മാനുഫാക്ചറുമായിട്ട് എനിക്ക് ഓതറൈസേഷൻ ഒന്നുമില്ല, ഞാൻ പക്ഷേ അവരുടെ CEO കാണാനിടയായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഇന്ത്യയിൽ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വിഴിഞ്ഞത്തിനടുത്ത് ചെയ്യൂ, സ്ഥലം സർക്കാർ 1000 ഏക്കർ എടുക്കുന്നത് കേട്ടോ. ഞാൻ പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, മണ്ടത്തരവായിപ്പോയി, പുള്ളി എന്നെ വിശ്വസിച്ച് വന്നിരുന്നെങ്കിൽ മണ്ടത്തരവായിപ്പോയി. അവിടെ ഒന്നും എടുത്തിട്ടില്ല. മാത്രമല്ല നമ്മളവിടെ പോകുന്നുണ്ട്, സ്ഥലം എനിക്ക് വേറൊരു ആവശ്യത്തിനായിട്ട് 6 ഏക്കർ ആവശ്യമുണ്ട്. ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് 15 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് സെൻറ്റിന്. ഇവിടെയൊക്കെ വേണം സർക്കാർ ഇൻ്റർവീൻ ചെയ്തിട്ട് അവിടെ ലാൻഡ് വാല്യൂ ഫ്രീസ് ചെയ്യണം, എന്നാലേ ഇൻവെസ്റ്റർ വരുള്ളൂ. അല്ലാതെ സെൻറ്റിന് 10-15 ഒന്നും കൊടുത്തൊന്നും ആരും വാങ്ങിക്കില്ല. 6 ലക്ഷം രൂപ ചതുപ്പ് സ്ഥലത്തിനൊക്കെ 5 ലക്ഷം 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇല്ല. അപ്പം അതൊന്നും ചെയ്തിട്ടില്ല ഇവിടെ. ഈ തിരുനെൽവേലി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇവിടെ ഇനിയിപ്പോൾ ഡെവലപ്മെൻറ്റ് വരാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ തിരുവനന്തപുരം അമ്പാസമുദ്രം റോഡ് ഡെവലപ്പ് ചെയ്യുക, അത് കാട്ടിൻ്റെ മുകളിൽ കൂടെ കാട്ടിൻ്റെ അടിയിൽ കൂടെ ടണലാണ് ബെസ്റ്റ്. കാരണം അപ്പോൾ നമ്മൾ എക്കോസിസ്റ്റത്തിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാൻ 2007 തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അന്ന് ഞാനിത് അന്നത്തെ PWD സെക്രട്ടറിയുടെ മുമ്പാകെ അവതരിപ്പിച്ചപ്പോൾ അത് യാദൃച്ഛികമായി എൻ്റെ മുമ്പിൽ വന്ന് വീണൊരു ഇതാണ്. കാരണം ഞാൻ പേയാടോട്ടും മലയും കീഴ് പോകുമ്പം ആ റോഡ് ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ടാറിങ് ഒക്കെ ചുമ്മാ എൻ്റെ ഒരു ഫീൽഡാണല്ലോ അപ്പോൾ, അതുകൊണ്ട് നോക്കിക്കളയാന്ന് പറഞ്ഞ് നോക്കി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇത് എവിടം വരെ ഉണ്ട്. അപ്പം പുള്ളി കാഷ്വലായിട്ട് പറഞ്ഞു ഇത് അമ്പൂര് വരെ ഉണ്ട് സാർ, കുറച്ചപ്പുറത്ത് പോയാൽ തമിഴ്നാടാണെന്ന് പറഞ്ഞു. അതിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നു. അന്ന് ഗൂഗിൾ മാപ്പൊന്നുമില്ല, ഞാൻ മാപ്പ് എടുത്ത് വെച്ചിട്ട് എല്ലാം നോക്കി അതിൽ ഡിസ്റ്റൻസൊക്കെ ഗേജ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു 3-4 കിലോമീറ്റർ കണക്ട് ചെയ്താൽ തിരുനെൽവേലിയായി. അപ്പോൾ അങ്ങനെ അമ്പാസമുദ്രം റോഡ് വന്ന് പിന്നെ ഈ വിഴിഞ്ഞവുമായിട്ട് ഞാനിത് കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് വന്നാലേ തിരുനെൽവേലി മേഖല വിഴിഞ്ഞത്തിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് തമിഴ്നാട്ടിൻ്റെ ആവശ്യമാണ്, നമ്മുടെയും ആവശ്യമാണ്. ഇത് ടണൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ അതിർത്തി, ഈ വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ. അത് കഴിഞ്ഞാൽ തമിഴ്നാടിന് ഇതിനൊക്കെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് വാങ്ങിക്കാണെന്ന് അവന് ബുദ്ധിമുട്ടൊന്നുമില്ല. കേരളത്തിലാണ് പ്രശ്നം. കേരളത്തിലെ പ്രശ്നമുള്ളൂ. ഒരു 1000 എൻവയോൺമെൻറ്റലിസ്റ്റ് വരും.
അപ്പം ഇത് 2 സ്റ്റേറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ കണക്ടിവിറ്റി ത്രൂ ആയതിനെ പിന്നെ വിഴിഞ്ഞത്തിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയതിനെ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു നമുക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുക, എല്ലാം തിരുനെൽവേലിയും തൂത്തുക്കുടിയും ഒക്കെ എടുത്തു എന്ന് തന്നെ കരുതുക. അതിൻ്റെ പിന്നെ ഒരു ആഫ്റ്റർ ബേണർ എന്നുള്ള നിലയിൽ കുറേശ്ശെ നമുക്ക് ഇങ്ങോട്ടും കൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കയറി നമ്മുടെ ആറ്റിറ്റ്യൂഡ്സൊക്കെ മാറി കുറേ ഇങ്ങോട്ടും കൂടെ വരാതിരിക്കില്ല. അത് നമ്മൾ പിന്നെ നമ്മുടെ ഇനി അടുത്തൊരു ജനറേഷൻ നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 20-25 വർഷം കൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്താലും ആ ഡെവലപ്മെൻറ്റ് ഇങ്ങോട്ടും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും സർക്കാർ എടുക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എൻജിൻ എങ്ങനെയൊന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കാം, എങ്ങനെ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയറിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ഇത്തരം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചില വിവരങ്ങൾ ഇനിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന് നിങ്ങൾ കാത്തിരിക്കണം അടുത്ത ഒരു എപ്പിസോഡ് വരെ. കാരണം അതിലുമുണ്ട് കൂടുതൽ ഇൻഫർമേറ്റീവായ വിവരങ്ങൾ. എങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തെ 3ാമത്തെ ഗിയറിലും 4ാമത്തെ ഗിയറിലുമൊക്കെ നമുക്ക് കേരളത്തിന് മുന്നോട്ട് കൊണ്ടുപോയി അഭിമാനകരമായ ഒരു തുറമുഖമാക്കി മാറ്റിയെടുക്കാനാകുമെന്ന് ഞങ്ങൾ നിങ്ങളെ വീണ്ടും കേൾപ്പിച്ചു തരും, കാണിച്ചു തരും.